ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ DBCLC ഹാളിൽ പറഞ്ഞു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സമുദായത്തെ വിഭജിച്ച് നശിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു. ഈ നീക്കത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണം. എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും കത്തോലിക്കക്കാർ വേണം. രാഷ്ട്രീയ രംഗത്തേക്ക് സാമുദായിക അംഗങ്ങൾ എത്തുന്നില്ല. രാജ്യത്ത് ക്രൈസ്തവർ വെല്ലുവിളികൾ നേരിടുന്നതായും മാർ ആൻഡ്രോസ് താഴത്ത് പറഞ്ഞു. ഈ സമുദായത്തെ വിഭജിച്ച് രണ്ടാക്കി നശിപ്പിക്കുക. വിഭജിക്കാൻ എങ്ങനെ? ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ആരാധനാക്രമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇതിൽ കാണുന്ന സമരത്തിന്റെ പിന്നിൽ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് രണ്ടു കൂട്ടരെയും ഒരുമിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മെ തല്ലിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കട്ടെ. നമ്മെ നശിപ്പിക്കാൻ നമ്മുടെ ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് സമുദായ ബോധത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്ന നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമുദായമാണ്. അങ്ങനെ തന്നെ തുടരുകയും വേണം. എങ്കിലും നമ്മുടെ സമുദായ അംഗങ്ങളെ, നമ്മുടെ മക്കളെ സ്വന്തം കാലിൽ നിർത്താനായിട്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും ഈ രൂപതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, നിങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്, നമ്മളാണ് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ സമുദായത്തിന് വേണ്ടി ഒപ്പം രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല നേതാക്കന്മാരുണ്ടാകണം, നല്ല ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകണം, നല്ല ബിസിനസ്സുകാരുണ്ടാകണം, നല്ല വ്യവസായ സംരംഭകരുണ്ടാകണം. ഇന്ന് ചിലരോട് ഞാൻ ചോദിച്ചു, എന്തേ കേരളത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത? ഇവിടെ വിജയിക്കില്ല, ഞങ്ങൾ അടുത്ത സ്റ്റേറ്റിൽ പോയിട്ട് വിജയിക്കുന്നു. ഇവിടെ വളരണം, നമ്മുടെ നാട് കേരളം വളരണം, നമ്മുടെ തൃശ്ശൂർ വളരണം, പാലക്കാട് വളരണം. നമുക്ക് ഒന്നിച്ചു നിൽക്കണം. കോയമ്പത്തൂർ, രാമനാഥപുരം വളരണം. അതിന് നമുക്ക് പദ്ധതികൾ ആവിഷ്കരിക്കണം. നമുക്ക് ദീർഘവീക്ഷണത്തോടെ, വനിതാ ശാക്തീകരണത്തോടെ യുവജനങ്ങളെ വേണ്ടത്